കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ ദിവസം നൊയമ്പ് മുമ്പോട്ട് നീങ്ങുന്നു. ഓരോ ദിവസം നൊയമ്പിൽ നമ്മൾ ദൈവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം നൊയമ്പിൽ കർത്താവിൻ്റെ രക്ഷയും കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ വിശുദ്ധിയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ നൊയമ്പ് ജീവൻ്റെ അവകാശവും ജീവിക്കാനുള്ള അവകാശവും ക്രിസ്തുവിൽ നമ്മളെ തന്നെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനുള്ളൊരു വലിയൊരു അവസരമാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ നൊയമ്പ് കാലത്ത് നമ്മുടെ അഹങ്കാരത്തെ അല്ലെങ്കിൽ ഞാൻ എന്നൊരു മനോഭാവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക സ്നേഹത്തിലും ദൈവത്തിൻ്റെ വിശ്വാസത്തിലും ദൈവത്തോടുള്ള സ്നേഹത്താലും ദൈവത്തിൻ്റെ വലിയ ശക്തി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ നൊയമ്പ് നമ്മൾ മുമ്പോട്ട് നീങ്ങാം. നമുക്കറിയാം, ഇന്ന് നമ്മളെടുത്തിരിക്കുന്ന ഒരു വചനഭാഗം സങ്കീർത്തനം 51 സങ്കീർത്തനം 12 വാക്യമാണ്. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക, കർത്താവിൻ്റെ രക്ഷ അതൊരു സന്തോഷമാണ്. കർത്താവ് കൂടെ ഉള്ളത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അപ്പോൾ രക്ഷയുടെ സന്തോഷം എനിക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം ഒരുക്കത്തോടെ സ്വീകരിക്കാന്നുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേയാണ്. അത് എന്നെ നിലനിർത്തണമേ എന്നാണ്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സുവിശേഷമാണല്ലോ, ദാവീദ് എഴുതിയ സങ്കീർത്തനമാണല്ലോ. ഈ ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ ഓരോ വ്യക്തിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടായ കുറവുകളെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഒരു വ്യക്തി പാപം എത്രത്തോളം ചെയ്യും, ചെയ്യുന്ന പാപങ്ങൾ ഏതൊക്കെയാണ് വീണ്ടും വീണ്ടും ചെയ്യുന്ന പാപം, മാസത്തിൽ ചെയ്യുന്ന പാപം എന്താണ്, കൂട്ടുകാർ തമ്മിൽ കൂടിയിരിക്കുമ്പോൾ ചെയ്യുന്ന പാപങ്ങൾ എന്താണ്. അപ്പം നമുക്ക് സിന്നിനെ ജസ്റ്റിഫൈ ചെയ്യുമല്ല, ഒന്ന് ചിന്തിക്കുക. സിന്നിനെ ഒരിക്കലും നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെയായാലും വചനം എടുത്തു വെച്ച് പറഞ്ഞാലും പാപം പാപമാണ്. സിൻ ഇസ് സിൻ, റോങ് ഇസ് റോങ്, തെറ്റ് തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അപ്പോൾ എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും തെറ്റ് തന്നെയാണ്, റോങ് ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ സങ്കീർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ കർത്താവിനോട് ക്ഷമ മാത്രമല്ല ചോദിക്കേണ്ടത്. ക്ഷമ ചോദിക്കണം, പക്ഷേ ഈ ക്ഷമയോടൊപ്പം തന്നെ നമുക്ക് വീണ്ടും ദൈവികമായ സ്നേഹത്തിൽ യോജിച്ച് ചേരാൻ വേണ്ടി, ആ സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സന്തോഷം കിട്ടുമ്പോൾ പാപം മുഖേന ഉണ്ടാവുന്ന നമ്മുടെ അനുതാപത്തെ, പശ്ചാത്താപത്തെ, ഒരു ഗിൽട്ട് ഫീലിംഗ് ഇല്ലാതാകണം. ആ ഗിൽട്ട് ഫീലിംഗ് ഇല്ലാതാകുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുക, പാപത്തെ ടോട്ടലി നിർത്തണം, തിരിച്ചറിയണം. ഞാൻ എന്ന വ്യക്തി ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, സ്വന്തമായിട്ട് ഒന്നുമില്ല. എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന തന്നെ മറ്റൊരു സ്ത്രീയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, ദൈവമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ശുദ്ധീകരണത്തിനുള്ള 6 കൽഭരണികളുണ്ടായിരുന്നു, അതിലൊന്നുമില്ലായിരുന്നു. ഇറ്റ് വാസ് ടോട്ടലി എംപ്റ്റി. അപ്പം നമ്മുടെ ജീവിതം അങ്ങനെ ഒന്നുമില്ലാത്ത പാത്രങ്ങളായി, ഒന്നുമില്ലാത്ത ദൈവത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പാത്രങ്ങളായി തീരുക. ദൈവത്തെ സ്വീകരിക്കുന്ന പാത്രങ്ങളായി തീർന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. ഞാൻ എന്ന വ്യക്തി അതാണ്, അഹങ്കരിച്ചിരുന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ഒന്നും ചെയ്യത്തില്ല. നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് വീണ്ടും ചേരണമെങ്കിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കണം. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കി ദൈവത്തെ സ്നേഹത്തെ സ്വീകരിക്കണം. അതാണ് യഥാർത്ഥ ഒരു സത്യവിശ്വാസം. പാപത്തിൽ വീഴാൻ എളുപ്പമാണ്, പക്ഷെ പാപത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരാൻ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും പ്രാർത്ഥിച്ചായാലും നമുക്ക് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് ഈ നൊയമ്പ് കാലത്ത് പാപത്തെ ഉപേക്ഷിക്കാം. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.